ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൂട്ട് ജ്യൂസ്. ഇത് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നാട്ടിലൊക്കെ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, ആ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രൂട്ട് ജ്യൂസ്. ഭയങ്കര എളുപ്പവുമാണ്. ഉണ്ടാക്കിയാലോ? വായോ വായോ വായോ. നമ്മുടെ ഈ സ്പെഷ്യൽ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 ബനാന എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലേഡീസ് ഫിംഗർ എന്നാണ് കേട്ടോ ഇതിനെ പറയണേ. ഇത് നമ്മുടെ നാട്ടിൽ എന്താണ് പേരെന്ന് എനിക്ക് അറിയില്ല. നാട്ടിലുള്ള ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പാളയംകുടം പഴം എടുക്കുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഇവിടെ അത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പഴം എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ തൊണ്ട് ഉരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കണേ. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ബനാനയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കട്ടകളുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന പോലെ അത്രയും നന്നായിട്ട് തന്നെ അരച്ചെടുക്കണ പോലെ വേണ്ട. കുറച്ച് കട്ടകളൊക്കെ കിടന്നോട്ടെ കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളം ചേർക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ഇതിനെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. കണ്ടോ, ഒത്തിരി കട്ടി ആവാൻ പാടില്ല, ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ഇനി അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പൊ അതങ്ങ് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഹണി ചേർക്കാനും പറ്റും കേട്ടോ. അതും ചേർക്കാനും നല്ലതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പം ഞാനതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നമ്മുടെ പശുവിൻ പാല് തിളപ്പിച്ചത് ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഞാനൊരു 4 ഡ്രോപ്സ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഫുഡ് കളർ ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഇതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. ഒത്തിരി വെള്ളമായിട്ട് വരാൻ പാടില്ല, ഒത്തിരി കട്ടയായിട്ടും വരാൻ പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുവാണേ. ഒപ്പം തന്നെ കുറച്ച് മുന്തിരി ഇങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മാതള നാരങ്ങ കൂടി ഇട്ട് കൊടുത്തേ. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കുറച്ച് ആപ്പിളും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാണാൻ നല്ല ചേരുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം റോസ് വാട്ടർ ഒഴിക്കുവാണേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ. ഇല്ലാത്തവര് റോസ് വാട്ടർ വീട്ടിലില്ലാത്തവർ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്താണ്. അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ കുട്ടിക്കും സാക്കിനും ഐസ് വാട്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഐസ് കാണുന്നതിന് തന്നെ വേഗം കുടിച്ചോളും. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കണ്ടോ, നോക്കിക്കേ, പൊളിയല്ലേ? ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കാതെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചൂടത്തൊക്കെ നല്ല സ്റ്റൈലായിട്ട് പൊളിയാണിത്. ഇഷ്ടപ്പെട്ടോ? കാണാൻ ലുക്കില്ലേ? കഴിച്ചേക്കല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ. കുഞ്ഞുന് നീക്കുട്ടന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ മക്കളെ. ഇഷ്ടയാ? ബാക്കി കുട്ടി കുടിച്ചോക്കെ ആണോ? സാക്കി സ്പൂണൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾ ചോക്കട്ടാ. അടിപൊളിയാണോ? പൊളിയാട്ടെ. എനിക്ക് സ്പൂണൊന്നും വേണ്ട. പൊളിയല്ലേ? കിടിലൻ. ഞാൻ കുടിച്ചോട്ടെടാ. സൂപ്പർ അപ്പേ, സൂപ്പർ. പൊളിയാട്ടോ, പൊളിയാണ്. ചൂടത്ത് പറ്റിയ വിഭവമാണല്ലേ. ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. സൂപ്പർ. നിങ്ങളുടെ വീട്ടിലെല്ലാരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഈ ചൂട് സമയത്ത് നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു ജ്യൂസാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.
സാക്കിയുടെ ധൃതിയിലാണ്